മെഹബൂബുൽ ബാഖിയ മുഹയ്യുദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞൊലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദ് അബ്ദുൽ ഖാദിർ ഒലിയേ. പിന്നെ മനസ്സിന് തീരെ മറക്കാൻ പറ്റാത്ത ഒരു സംഗതിയുടെ കുട്ടിയെ എന്താണ്? പിന്നെ ഞങ്ങളെ കൊളത്തൂര് ഒരു വീട്ടിൽ പോയിരുന്നു. ഒരു ഉമ്മ പിന്നെ സ്റ്റോക്ക് വന്നിട്ട് വലിയൊരു അനക്കൊന്നുമില്ല, വലിയതെന്ന് പറഞ്ഞാൽ അനക്കല്ല, ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ഞാൻ അതിന്റെ തലയ്ക്കാൻ പുറത്ത് അവിടെ പോയിരുന്നിട്ടേ എന്റെ പാട്ടുണ്ടായിരുന്നു അഭിനവി മുത്തിന്റെ മണവാട്ടി, അത് ഞാൻ പാടി. പണ്ഡിതയും പരമോന്നതയും പരിശുദ്ധത പൂത്തൊരു പുണ്യവതി ഞാനെന്ന ബേസിന്റെ നീലിമയിൽ വെള്ളിത്താരമായി ശോഭിച്ച ജ്ഞാനവതി വാണ ഖലീഫകൾ തേടി നസീഹത്തിനായവർ പ്രാപിച്ച മകൾ ഭവതി അഭിനബി മുത്തിന്റെ മണവാട്ടി. മോനോട് പറയുന്ന ആ പാട്ട് പാടിപ്പോ അതിന്റെ കൈ ഇങ്ങനെയാണ് ആ കട്ടിൽമില്, അതിന്റെ ആ ചെറുവിരലൊക്കെ ഇങ്ങനെ അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയാ വല്ലാത്തൊരു അത്ഭുതം. ഹായ്, അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് കൊണ്ടോട്ടി കുന്നുമ്മൽ എന്ന സ്ഥലത്താണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാലത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മാപ്പിളപ്പാട്ടിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന കുറച്ച് ആളുകൾ, നമ്മൾ കുറെ മുമ്പ് കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിൽപ്പെട്ട ഒരു എന്താ പറയാ നല്ലൊരു കലാകാരി, നമ്മളെല്ലാവരും കണ്ട് പരിചയമുള്ള കേട്ട് പരിചയമുള്ള നമ്മുടെ സ്വന്തം ജയഭാരതി ചേച്ചിട്ടോ. അതായത് നമ്മുടെ അഭിനബി മുത്തിന്റെ മണവാട്ടി എന്ന് പറയുന്ന ആ പാട്ട് പ്രവാസികൾ ഏറെ ഏറ്റെടുത്ത നല്ലൊരു ഗാനമായിരുന്നു അത്. അപ്പൊ ആ ഗാനം പാടി ഹിറ്റാക്കിയ നമ്മുടെ സ്വന്തം മലപ്പുറത്തിന്റെ പഴയ വാനമ്പാടി. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെ വിശേഷം? നല്ലത് മോനെ, ഭംഗിയായിട്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്നിപ്പോ നല്ല ഒരു അടിപൊളി ഡ്രസ്സിലൊക്കെ ആണല്ലോ നിൽക്കുന്നത്. ഇന്ന് എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. ഓക്കെ, ഏതായാലും ഇതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലെ, മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ചേച്ചി നമ്മൾ വീണ്ടും കാണാൻ വരും എന്നുള്ളത്. അപ്പൊ അത് കുറെ ആൾക്കാർ നമ്മളെ വീണ്ടും കമന്റിലൂടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ നിൽക്കുക. പക്ഷെ റമദാൻ മാസം നമ്മൾ കാണാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ ഞാൻ തിരക്കായതുകൊണ്ട് ചേച്ചിയെ കാണാൻ പറ്റില്ല. അപ്പൊ ഇന്ന് അതിന് നമുക്കൊരു അവസരം ഒത്തു വന്നിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ചേച്ചി നിലവിൽ എന്താണ് ചെയ്യുന്നത്. നല്ലൊരു കലാകാരിയാണ്. എല്ലാ കലാകാരികളും ഇങ്ങനെ വളർന്നു വരുമ്പോൾ ചേച്ചി എന്താണ് ഇങ്ങനെ, ചേച്ചി ഇപ്പൊ എന്താ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നുണ്ടോ. പിന്നെ കുറച്ച് ഗാനങ്ങളും അല്ലേ. അപ്പം എന്തായാലും ആദ്യം നമുക്ക് ചേച്ചിയോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് അടിച്ച്, ഇന്നത്തെ ഫുൾ ലൈക്കും ചേച്ചിക്കുള്ളതാണ് കേട്ടോ. ചേച്ചിക്ക് വേണ്ടി ലൈക്ക് അടിക്കുക വീഡിയോ, എന്നിട്ട് നിങ്ങൾ വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ ചേച്ചി കുറെ ആളുകള് മെയിനായിട്ട് പ്രവാസികള് ചേച്ചിയെ കാണാനും ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാനും ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട്. ഇപ്പൊ നിലവിൽ ചേച്ചി എങ്ങനെയാണ് ജീവിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ മോനപ്പോ വീട്ടിൽ വെറുതെ ഒതുങ്ങിയിരിക്കലില്ല. ഓക്കെ, എന്റെ വീട് കൊണ്ടോട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത് കുന്നുമ്മൽ എന്നറിയും. ഓക്കെ, അപ്പൊ അതിലുണ്ട് പരിരക്ഷ ഹോം കെയർ. അതായത് വീടുകളിൽ സുഖമില്ലാതെ കിടക്കണേ രോഗികളെ അടുത്തേക്ക് ഒരു ലൈല സിസ്റ്റർ ഉണ്ട്, ലൈലാബി അറിയാം, ഒരു സിസ്റ്ററും ഒരു ആശാ വർക്കർ, ഞങ്ങളെ വണ്ടിയിലെ ഡ്രൈവർ ബഷീർക്ക. അപ്പൊ ഞാൻ വളണ്ടിയർ ആയിട്ട് പോകും. അങ്ങനെ രാവിലെ ഒരു 9 മണിക്കൊക്കെ പോയാൽ ഞങ്ങളൊരു 4:30-5 മണിയാകുമ്പോഴേക്ക് തിരിച്ചെത്തും. അപ്പൊ ഇവരോടൊക്കെ ഒന്ന് കുശലം പറഞ്ഞ്, കാരണം ചിലത് തീരെ സുഖമില്ലാതെ എണീക്കാൻ പോലും വയ്യാത്ത ആളുകളായിരിക്കും. അപ്പൊ അവരുടെ അടുത്തൊന്ന് പോയിരുന്ന് കുശലം പറഞ്ഞ് മാപ്പിള പാട്ടുകളൊക്കെ പാടി കൊടുക്കുമ്പോ അവർക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷാണ്. അപ്പൊ അതില് ഞാനൊരു സന്തോഷം പിന്നെ കാണുന്നുണ്ട്. അങ്ങനെ പോവുകയാണ്. അതായത് ഇങ്ങനെ വയ്യാത്ത രോഗികൾക്ക് സന്തോഷം നൽകിയിട്ട് ജീവിക്കാം അല്ലേ? നിങ്ങൾക്ക് സന്തോഷം എന്നാ പറഞ്ഞത്. ഓക്കെ, മാത്രല്ല ചേച്ചിയുടെ ജീവിതം ഇപ്പൊ എങ്ങനെ പോകണം? അതായത് അതിപ്പോ നമ്മള് സോഷ്യൽ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല കാര്യമാണ്. ചേച്ചി എങ്ങനെ ജീവിക്കണം? ഇപ്പൊ പാട്ടുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? ഇപ്പൊ ആരും ചേച്ചിയെ ഒരു വീഡിയോസ് ഒന്നും കാണാറില്ല. അതാ ചോദിക്കാൻ കാരണം. കാരണം ഇത്രയും നല്ല പാട്ട് പാടി അറിയപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ചേച്ചി പിന്നെ അങ്ങനെ വരാതിരുന്നത്? എന്തുകൊണ്ടാ? എനിക്കൊന്നും ഇപ്പൊ സ്റ്റേജ് പരിപാടി കിട്ടൂലല്ലോ. ഇപ്പൊ നല്ല നല്ല വളർന്നു വരുന്ന കുട്ടികൾ പാടാണ്ടല്ലോ. അപ്പൊ വല്ലപ്പോഴും ആരെങ്കിലും ഒന്ന് വിളിക്കാന്നല്ലാതെ, കാരണം പിന്നെ അതില് പ്രായം കഴിഞ്ഞിട്ടുണ്ട്, ആരും കുറ്റപ്പെടുത്തിയല്ല. ജീവിതം അങ്ങനെ പോകുന്നുണ്ട് മോനെ. പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഒരു ശരിയല്ല. നമ്മളെ ജാനകി ചേച്ചിക്ക് അതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം സിറ്റിന പ്രോഗ്രാമുകൾ കുറവാണല്ലേ? കുറവാണ്. ഓക്കെ, നിലവിൽ നമുക്കറിയാം ഒരുപാട് വൈറലായിട്ടുള്ള ആൾക്കാർ ഈ പ്രായത്തിലും നല്ലപോലെ സ്റ്റേജ് പ്രോഗ്രാം അതോടൊപ്പം തന്നെ മീഡിയ പ്രോഗ്രാമൊക്കെ കിട്ടി പോകുന്നുണ്ട്. ചേച്ചിനെ മാത്രം ആരും വിളിക്കുന്നില്ല എന്നാണ് എന്റെ ഒരു പരാതി. അപ്പോ ഞാൻ ചേച്ചിന്റെ നമ്പറൊക്കെ ലാസ്റ്റ് വീഡിയോ താഴെ കൊടുക്കാം. പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചിരിക്കണം. നമ്മളെ കൊണ്ടോട്ടിയുടെ സ്വന്തം വാനമ്പാടിയാണ്. അപ്പൊ ഇന്ന് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ചേച്ചി ഏത് പാട്ടാ ഫസ്റ്റ് പാട്ടാ മോനെ?
മോന് പറയാ ഏതാ വേണ്ടത്? അഹദത്തിലാക്കിയാലോ? ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ചേച്ചിയുടെ ആ ഒരു എനർജിക്ക് ശബ്ദത്തിൽ ആ ഫസ്റ്റ് പാട്ട് കേൾക്കാട്ടോ. അഹദത്തിലെ അലിഫ് അലിഫ് ലാം മഗമിയം അലിഫാക്ഷരഫരുൾ ബിസ്മില്ലാ അഹദത്തിലെ അലിഫ് അലിഫ് ലാം മഗമിയം അലിഫാക്ഷരഫരുൾ ബിസ്മില്ലാ അരിമ കലൈ കുത്തുബനുദിനം ഖുർആനിൽ അളകൂറ്റല കുറി ബിസ്മില്ലാ ബഹ്റ ഖുർആനിൽ പൊരുൾ മുഴു തടകിനെ വരിശക്കടൽ പതി ബിസ്മില്ലാ ബദറ ഫട കൊടു കവിന്നുവൽ മദിൻ മുതൽ ബരിബത്തബു തതി ബിസ്മില്ലാ വഹദ തളകിയ മാറുത്തബ് തറുത്തമേ വളർപ്പെറ്റൊരു തിരു ബിസ്മില്ലാ വഹിദ തൊയിലിയൽ അഖില മുഖമരമേ വയ്യ തിരുമൊളി ബിസ്മില്ലാ. അടിപൊളി ചേച്ചി, കയ്യെന്ന് കാണിച്ചാണ്. സൂപ്പർ ആയിട്ടുണ്ട്. കാരണം ഈ ശബ്ദം ഉണ്ടല്ല, ഇപ്പോഴും ചേച്ചിക്ക് നല്ല അടിപൊളി ശബ്ദമാണ് കേട്ടോ. ഇടയ്ക്ക് ചെറുതായിട്ട് പോകുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. ഒരുപാട് രോഗികളെ പോയി കണ്ടു, ഒരുപാട് രോഗികൾക്ക് പാട്ട് പാടി കൊടുത്തു. മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു ഫീലിങ്സ് ചേച്ചിക്ക് ഇതിലുണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്തുണ്ട്. പിന്നെ മനസ്സിന് തീരെ മറക്കാൻ പറ്റാത്ത ഒരു സംഗതി ഉണ്ട് കുട്ടിയെ. എന്താണ്? പിന്നെ ഞങ്ങളെ കൊളത്തൂര് ഒരു വീട്ടിൽ പോയിരുന്നു. ഒരു ഉമ്മ പിന്നെ സ്ട്രോക്ക് വന്നിട്ട്